76ാമത്തെ വർക്ക്ഷീറ്റിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ മൊത്തത്തിലുള്ള വർക്ക്ഷീറ്റുകളുടെ എണ്ണം പറയുമ്പോഴാണ് 76. ടാൻജൻസ് എന്ന യൂണിറ്റിലെ 1ാമത്തെ വർക്ക്ഷീറ്റാണ്. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ കൺസ്ട്രക്ട് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ ബൈ ദ സ്റ്റെപ്സ് ഗിവൺ ബിലോ. കുറച്ച് സ്റ്റെപ്പുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് സർക്കിളിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ഇതാണ് എങ്ങനെയാണ് നമുക്കൊരു ടാൻജൻറ്റ് വരയ്ക്കാൻ സാധിക്കുന്നത്, അതുമാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കൺസ്ട്രക്ട് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ ബൈ ദ സ്റ്റെപ്സ് ഗിവൺ ബിലോ. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm and mark a point on it. Draw a circle of radius 3 cm and mark a point on it. നമുക്കൊരു സർക്കിൾ വരക്കാം, അതിലൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഒരു സർക്കിൾ വരച്ചു, അതിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഈ സർക്കിളിൻ്റെ റേഡിയസ് 3 cm ആണ്. അപ്പോൾ ഇവിടെ ഇത് 3 cm ആണെന്ന് കരുതുക. ഇവിടെ കൃത്യമായ അളവെടുത്തല്ല വരച്ചിരിക്കുന്നത്, നിങ്ങളത് കൃത്യമായിട്ട് വരയ്ക്കണം. 3 cm വരക്കുന്നു. അപ്പോൾ ഈ പോയിന്റിലാണ് സർക്കിൾ ടച്ച് ചെയ്യുന്നത്. ഓക്കെ, മാർക്ക് O ആസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് P ഇസ് ദ പോയിന്റ് ഓൺ ദ സർക്കിൾ. OP ഇസ് ദ റേഡിയസ് ടു P. ഇതിലൂടെയാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, ടാൻജൻറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ്. ഇങ്ങനെ വരക്കുന്ന ടാൻജൻറ്റ് റേഡിയസിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ റേഡിയസിന് പെർപെൻഡിക്കുലറായിട്ട് വരക്കുന്നതാണ് ടാൻജൻറ്റ്. അപ്പോൾ റേഡിയസ് അല്പം ഒന്നങ്ങ് നീട്ടുക. ഓക്കെ, നീട്ടിയിട്ട് നമുക്കിവിടെ ഈ പോയിന്റിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഈ പോയിന്റിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതിനുള്ള രീതി നമുക്ക് കൃത്യമായിട്ട് അറിയാം. കോമ്പസ് എടുത്ത് കൃത്യമായി ഈ പോയിന്റിൽ വെച്ചിട്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന കോമ്പസ് ആകുമ്പോൾ വളരെ കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ വരക്കാനായിട്ടൊക്കെ സാധിക്കും. ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ് ഇതിന്. അപ്പോൾ അത് കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് ഇതുപോലെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ഒരു സെമി സർക്കിൾ വരച്ചു. ഈ സെമി സർക്കിളിൻ്റെ രണ്ടറ്റത്തു നിന്നും 2 പോയിന്റിൽ നിന്നും ആർക്കുകൾ കട്ട് ചെയ്തു. ഒരേ റേഡിയസ് ഉള്ള ആർക്കുകൾ കട്ട് ചെയ്തു. ഓക്കെ, ഒരേ റേഡിയസ് ഉള്ള ആർക്കുകൾ കട്ട് ചെയ്തു. ഓക്കെ, ഇതുപോലെ ആർക്കുകൾ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ ഒരാർക്ക് കട്ട് ചെയ്തു. അതേ റേഡിയസ് തന്നെയുള്ള മറ്റൊരാർക്ക് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് കട്ട് ചെയ്യുന്നു. ഇതേ പോയിന്റിൽ വെച്ചിട്ട് റേഡിയസിന് മാറ്റമില്ലാതെ ആർക്ക് കട്ട് ചെയ്യുന്നു. കണ്ടു, ഇതുപോലെ നമുക്ക് ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ആ 2 ആർക്കുകളും കൃത്യമായിട്ട് ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ആ പോയിന്റ്, കട്ട് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, ഈ പോയിന്റിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ലൈൻ വരക്കാം. ഇതുപോലെ ഒരു ലൈൻ അങ്ങ് വരക്കാം. ഓക്കെ, ഇതുപോലെ ഒരു ലൈൻ വരക്കാം. ഈ ലൈൻ യഥാർത്ഥത്തിൽ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ആയിരിക്കും. കൃത്യമായി നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു ടാൻജൻ്റ് ആയിരിക്കും. കാരണം റേഡിയസിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ലൈനാണ് ഈ കാണുന്നത്. ബട്ട് ദിസ് ഈസ് ദ ടാൻജൻ്റ്. ഇതാണ് നമ്മൾ ആദ്യത്തെ പോയിൻ്റായിട്ട് പഠിക്കുന്നത്. ഡ്രോ അനദർ ടാൻജൻ്റ് ദിസ് ലൈൻ പാരലൽ ടു ഇറ്റ്. ഈ റേഡിയസ് ഇങ്ങോട്ട് നീട്ടുക, ഡയമീറ്റർ ആക്കുക. ഇതിങ്ങനെ നീട്ടി ഡയമീറ്റർ ആക്കാം. ഇതിലൂടെ ഈ പോയിന്റിലൂടെയും നമുക്കൊരു ടാൻജൻറ്റ് വരക്കാം. ഇതുപോലെ കൃത്യമായി ഇവിടെ വരച്ചതുപോലെ തന്നെ വരക്കണം.
ടാൻജൻറ്റ് വരക്കുക. ഈ രണ്ട് ടാൻജൻസും പാരലലായിരിക്കും, കാരണം ഇവിടെയും 90 ആണ്, ഇവിടെയും 90 ആണല്ലോ. ദെർഫോർ ദീസ് ടു ലൈൻസ് ആർ പാരലൽ ലൈൻസ്. ഇതുപോലുള്ളൊരു കൺസ്ട്രക്ഷനാണ് ആദ്യം പറയുന്നത്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ കൃത്യമായി നല്ല കോമ്പസൊക്കെ ഉപയോഗിച്ച് അളന്ന് കൃത്യമായിട്ട് വരക്കുക. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ള ഭംഗിയുള്ളൊരു പടം നമുക്ക് കിട്ടും. അതാണ് ആദ്യത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. അതായത് ഇതിൽ രണ്ടാമത്തെ ചോദ്യം, ഓക്കെ, ഡ്രോ എ സ്യൂട്ടബിൾ ഫിഗർ ആൻഡ് ഫൈൻഡ് ദ ലെങ്ത്സ് ആസ്ക്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന തരത്തിൽ പടം വരച്ച് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന നീളം അളന്നെഴുതുക, അല്ലെങ്കിൽ അളന്നെഴുതുകയല്ല, കണക്ക് കൂട്ടി എഴുതുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇതാണ് വർക്ക്ഷീറ്റിലിട്ടിരിക്കുന്ന ആൻസർ. ഈ ആൻസർ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതായത് ഒരു സർക്കിള് വരക്കുന്നു, കണ്ട, എ ടാൻജന്റ് ഓഫ് ലെങ്ത് 12 സെൻറ്റിമീറ്റർ ഡ്രോൺ ടു എ സർക്കിൾ ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇപ്പം ഇങ്ങനെ ഒരു സർക്കിൾ നമുക്ക് മനസ്സിൽ കാണാം, അല്ലെങ്കിൽ പേപ്പറിൽ ഇങ്ങനെ വരക്കാം. ഇതുപോലത്തെ ഒരു സർക്കിൾ വരച്ചു. സർക്കിളിൻ്റെ എ ടാൻജന്റ് ഓഫ് ലെങ്ത് 12 സെൻറ്റിമീറ്റർ ഡ്രോൺ ടു എ സർക്കിൾ ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഔട്ട്സൈഡ്, സർക്കിളിൻ്റെ പുറത്തുനിന്നും സർക്കിളിലേക്ക് ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ഇതാണ് ആ ടാൻജന്റ് എന്ന് കരുതൂ. ഇതാണ് ടാൻജന്റ്. ഓക്കെ, റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ. റേഡിയസ് ഈസ് 5. ഓക്കെ, ദ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഈസ് 12. ഇവിടെ ഇത് പി എന്ന പോയിന്റ്, എ എന്ന പോയിന്റ്, ഒ. അപ്പോൾ ഒ എ ഈസ് ഈക്വൽ ടു 5 ദ റേഡിയസ്, PA is the length of tangent, and when we join these 2 points we get a right triangle. അവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഇപ്പം ഇതാണ് ഡി എങ്കിൽ ഡി സ്ക്വയേർഡ് ഇസ് ഈക്വൽ ടു എൽ സ്ക്വയേർഡ് പ്ലസ് ആർ സ്ക്വയർ. ക്ലിയർ ആണ്? ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. കണ്ടോ? ആൻഡ് ഡി സ്ക്വയർ, ഈ സ്റ്റെപ്പുകൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് റൂട്ട് ഓഫ് 163, ദാറ്റ് ഈസ് 13 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. ഇതുപോലെ തന്നെ അടുത്ത ചോദ്യവും സമാനമായ ചോദ്യമാണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഡ്രോൺ ഫ്രം എ പോയിന്റ് 10 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റർ. അവിടെ ടാൻജന്റിന്റെ ലെങ്ത് ആണ് കാണേണ്ടത്. സർക്കിൾ വരച്ചു, ഇങ്ങനെ സർക്കിളുണ്ട്, ടാൻജന്റ് ഉണ്ട്. കണ്ടോ? ടാൻജന്റിന്റെ നീളമാണ് കാണേണ്ടത്. ഈ ഡിസ്റ്റൻസ് അറിയാം, റേഡിയസും അറിയാം. അപ്പോൾ വീണ്ടും ആ തന്നിരിക്കുന്ന അളവുകൾ കൃത്യമായിട്ട് ഇതിൽ അടയാളപ്പെടുത്തി കഴിയുമ്പോൾ റേഡിയസ് ഇങ്ങോട്ട് കൃത്യമായിട്ട് മാറ്റി വരക്കണം. കണ്ടോ? ഇതുപോലെ വരക്കാം. റേഡിയസ് പെർപെൻഡിക്കുലറായിട്ട് വരച്ചില്ലെങ്കിലും അതങ്ങനെ തോന്നണം നമുക്ക് പെർപെൻഡിക്കുലറായിട്ട് വരക്കുന്നതായിട്ട്. കാരണം റഫ് ഫിഗർ ആണെങ്കിലും അതൊരു പെർപെൻഡിക്കുലറാണെന്ന് തോന്നുന്ന തരത്തിൽ വരക്കുന്നതാണ് നല്ലത്. ഓക്കെ, അളവുകളൊക്കെ എഴുതുക. ഇതുപോലെ നമുക്ക് ഉത്തരം കിട്ടും കൃത്യമായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യവും ഇതുപോലെ വായിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇവിടെ മറ്റൊന്നാണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു ദ ഔട്ടർ പോയിന്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു റഫ് ഫിഗർ വരച്ച് അതിലേക്ക് വിവരങ്ങൾ എഴുതി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ OPB. അപ്പോൾ ഏതാണ്ട് ചിത്രം ഇതുപോലെയാണ്. ഇതാണ്, ഇതും കൂടി ചേർന്നാണ് ചോദ്യം. വളരെ കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ കണ്ടോ, 3 ചോദ്യങ്ങളാണ്. O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ
OPI is 30 degree, OP is equal to 16, PA is to tangent from outer point P to the circle. Draw a rough diagram. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, ആ ഉത്തരങ്ങൾ ഇങ്ങനെ വരും. ആ ഉത്തരങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഏതാണ്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന തരത്തിലൊരു ചിത്രം വരക്കുന്നു. 30 ഡിഗ്രി, 16 റേഡിയസ് ആണ് ഈ കാണുന്നത്. റേഡിയസ് ടു ദ സർക്കിൾ R ആൻഡ് ദിസ് ഇസ് ദ ലെങ്ത് ഓഫ് ടാൻജൻറ്റ് T എന്നൊക്കെ പറയാം. This is a 30, 90, therefore this angle will be 60 degree. Okay, 30, 60, 90 triangle. What are the angles of OAB? 30, 60, 90 triangle. What is the radius of the circle? നമുക്കറിയാല. Side opposite to 90 degree is 16. Side opposite to 90 degree is 16. Therefore, the side opposite to 30 degree is 8. 90 ഡിഗ്രിക്കുള്ളതിൻ്റെ പകുതിയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ഇവിടെയുള്ളതോ √3, 8 ഇൻറ്റു √3, 8 ഇൻറ്റു √3 എന്ന് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. ഇത് ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ള കാര്യമാണത്. 8 √3 എന്ന് പറയാം, റേഡിയസ് 8 ആണെന്ന് പറയാം. ഇതാണ് മൂന്നാമത്തെ ചോദ്യമായിട്ട് അവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യമായിട്ട് പറയുന്നത് ഇതാണ്. അതായത് നാലാമത്തെ ചോദ്യം ഇതാണ്. ഓക്കെ, ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സർക്കിൾ വരക്കുന്നു. ടാൻജൻറ്റ് ഔട്ടർ പോയിന്റിൽ നിന്ന് ടാൻജൻറ്റ് വരക്കുന്നു. അറ്റ് ദ ഡിസ്റ്റൻസ് 12 സെൻറ്റിമീറ്റർ ഫ്രം ദ സെൻറ്റർ. ദ ലെങ്ത് ഓഫ് ടാൻജൻറ്റ്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ആൻഡ് റേഡിയസ്. അതിൻ്റെ ആൻസറാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് 45, 45, 90 ഡിഗ്രി ട്രയാങ്കിൾ ആയിരിക്കും. കണ്ടോ, ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ആൻഡ് റേഡിയസ് ആർ ഈക്വൽ. ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ആൻഡ് റേഡിയസ് ആർ ഈക്വൽ. ഈ ലെങ്ത്തും, ഇത് ടാൻജൻറ്റ്, ഇത് റേഡിയസ്, ഇത് രണ്ട് ഈക്വൽ ആണെന്ന്. ഇത് 90 ആണെന്ന് നമുക്കറിയാലോ. Therefore, this is a 45, 45, 90 ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇത് 12 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 12/√2 ആയിരിക്കും. ദിസ് ഈസ് ഓൾസോ 12/√2. അപ്പോൾ എന്തായി? ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ഈസ് 12/√2. 12/√2 എന്നതിനെ ആ സിംപ്ലിഫിക്കേഷൻ പല പ്രാവശ്യവും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 12/√2 അതിനെ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. 12 ഈസ് 6 × 2/√2. ഇപ്പോൾ 6 ഇൻറ്റു ഈ √2 ഇൻറ്റു √2 എന്ന് എഴുതാം. ഈ 2നെ /√2. 2 എന്നതിന് ഇങ്ങനെ എഴുതുന്നു. 9ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് നിങ്ങളത്. അപ്പോൾ 6√2 എന്ന് നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ട്രിഗണോമെട്രിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന കാര്യം ഓർക്കുക. ടാൻജൻറ്റിൻ്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കുക. ടാൻജൻറ്റ് വരക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് സ്വന്തം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ.